കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ നഞ്ചക്ക് പരിശീലിച്ചിരുന്നതായി വിവരം. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. കരാട്ടെ പരിശീലിക്കുന്ന സഹോദരന്റേതാണ് നഞ്ചക്കെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് പുതിയ നീക്കം. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ചെവിക്ക് മുകളിൽ കനത്ത ആഘാതമേറ്റ ഷഹബാസിന്റെ തലയോട്ടി തകർന്നിരുന്നു. ഇതാണ് മരണത്തിന് കാരണമായത്. പരിശീലനമില്ലാതെ ഒരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത ആയുധമാണ് നഞ്ചക്ക്. വിദ്യാർത്ഥിയുടെ ഫോണിലെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഉപയോഗം സംബന്ധിച്ച വീഡിയോകൾ തുടർച്ചയായി കണ്ടതായി വ്യക്തമായത്. യൂട്യൂബിലൂടെ പരിശീലനം നേടുകയായിരുന്നു കുട്ടിയെന്ന ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരാട്ടെ പരിശീലനം നേടുന്ന സഹോദരൻ്റേതാണ് നഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിൽ കൂടുതൽ കുട്ടികൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. തുടർന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയെ കൂടി പ്രതി ചേർത്തത്. ഈ കുട്ടി ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. മർദ്ദിച്ച കുട്ടികളിൽ ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹമാധ്യമ ഗ്രൂപ്പിൽ 63 വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇവരിൽ ആരെങ്കിലും നേരിട്ട് മർദ്ദക സംഘത്തിൽ ഉൾപ്പെടുകയോ പ്രേരണ നൽകുകയോ ചെയ്തതായി കണ്ടെത്തിയാൽ അവരെയും പോലീസ് ചോദ്യം ചെയ്യും. ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഷഹബാസ് ബൈക്കിൽ കയറിപ്പോയ ശേഷവും വിദ്യാർത്ഥികൾ മറ്റൊരിടത്ത് വെച്ച് തമ്മിലിടിച്ചതായി പോലീസ് കണ്ടെത്തി. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശങ്ങൾ കൈമാറിയതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഇതിനായി മെറ്റയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.